ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് 3 സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയില്ല. രാവിലെ ജസ്റ്റ് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയി റെഡി ആയിട്ട് വന്നിട്ടുള്ളൂ. എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡാണ്. ഒരു പാക്കറ്റ് ബ്രെഡ് നമ്മളന്ന് കേക്ക് മേടിച്ചപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്രെഡ് നമുക്കൊന്ന് ചൂടാക്കണം. നമ്മൾ ദോശക്കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് എന്തെങ്കിലും പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ന്യൂട്രൽ എന്തെങ്കിലും സ്പ്രെഡൊക്കെ തേച്ചിട്ട് കഴിക്കാം. ഞാൻ കാണിച്ചു തരാം. ആവശ്യം നമ്മൾ ബ്രെഡ് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഓരോന്നായിട്ട് കണ്ട എൻ്റെ സൈഡ് നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ട സോഫ്റ്റായി. ഇനി ഇതിൽ തേച്ചിട്ട് നമ്മൾ കഴിച്ചാൽ നല്ല ക്രിസ്പിയും അടിപൊളിയായിരിക്കും. ഞാൻ ബാക്കി എടുക്കട്ടെ. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നുണ്ട് ബ്രെഡ്. ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യാണ് തേക്കണം പീനട്ട് ബട്ടർ. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പീനട്ട് ബട്ടർ ക്രീം പീനട്ട് ബട്ടറാണ്. നമുക്കിത് തേച്ച് കൊടുക്കാം. ഇങ്ങനെ മൂളിക്കോളം വെച്ചിട്ട് അങ്ങനെ കഴിക്കാം. ഏതാ ടേസ്റ്റ് എന്നറിയോ? നമ്മൾ ചൂടാക്കിയത് കൊണ്ട് തന്നെ ക്രിസ്പിയുമാണ്, സോഫ്റ്റുമാണ്. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിൽ പീനട്ട് ബട്ടറും കൂടി തേച്ചുമ്പോൾ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ടേസ്റ്റ് നമ്മുടെ രണ്ട് ചക്ക ഇട്ടു കേട്ടോ നമ്മുടെ പ്ലാവിന്ന്. ഇനിയും കുറച്ചധികം നിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളായിട്ട് ഇടണം. ഇപ്പോൾ നമ്മൾ രണ്ട് ചക്ക ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം പഴുത്തോ എന്നുള്ളൊരു സംശയമുണ്ട്. ആ മുള്ളൊക്കെ നല്ലോണം വിരിഞ്ഞിട്ടുണ്ട്. ഇത് അത്ര പഴുപ്പൊന്നും ആയിട്ടില്ല. ഇത് പച്ചയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ നമ്മൾ രണ്ട് ചക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തൂളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് മമ്മി വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. രണ്ട് ക്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വരണം. നമ്മൾ മെക്കിൻകുട്ടനെ എടുത്തുകൊണ്ട് വെളിച്ചെണ്ണ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഇവനെ എടുക്കേണ്ട അവസ്ഥയായി. അല്ലെങ്കിൽ വേണമെങ്കിൽ സൈക്കിളിൽ പോയായിരുന്നു. നമുക്ക് പോയിട്ട് ഞാൻ കടയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. പക്ഷേ നമ്മുടെ സ്ഥലത്തിൽ എഴുതി വെച്ചാൽ സ്ഥലം ഇതാണ് നമ്മുടെ കട. ഇവിടെ കുപ്പികളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചക്കിൽ ഓൺ ടൈമായിട്ട് ആട്ടിയിട്ടൊക്കെയാണ് നമുക്ക് തരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് 150 രൂപയാണ് 1 കിലോ എണ്ണയ്ക്ക്. ഈ ചേട്ടൻ നമുക്ക് അവർ ഓൾറെഡി ആട്ടി വെച്ച് എണ്ണ എടുത്താൽ തരികയാണ്. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെക്കിൻകുട്ടനിലേക്ക് കയറ്റിയിട്ട് പോവാം. പകേഷ് നമ്മൾ എണ്ണയൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിയത് നമ്മുടെ മെക്കിൻകുട്ടനെ കാർപോർട്ടിൽ കയറ്റി പാർക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മളൊരു രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൊരു വ്ളോഗായിരുന്നു ഇന്നത്തേത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വ്ളോഗിനെ കുറിച്ച് എന്ത് തോന്നി, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.